ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. വളരെ ദൂരെയായിട്ട് നമുക്ക് ബ്രേക്ക് വാട്ടർ ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ ഇവ മൂന്നും കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബർത്തിലുള്ള STS ക്രെയിനിന്റെ ബൂം പൂർണ്ണമായിട്ടും റൈസ് ചെയ്തതും നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. പല വ്യൂ എന്നാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നാൽ നമുക്ക് ബ്രേക്ക് വാട്ടർ ഉൾപ്പെടെ ബർത്ത് ഉൾപ്പെടെ യാർഡ് എക്സ്റ്റൻഷനും വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായി സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ 2 ടെക് ബോട്ടുകളെ നമുക്ക് കാണാനായി സാധിക്കും. ആ ടെക് ബോട്ടിൽ ഹെവി റോപ്പും ടൈ ചെയ്തിട്ടുണ്ട്. 2 ടെർമിനലാണ് നിലവിൽ നമ്മുടെ ബർത്തിലുള്ളത്. ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ടോട്ടൽ ലെന്ത് 800 മീറ്റർ ആണ്. ടെർമിനൽ 1ൽ നിൽക്കുന്ന ഒരു കപ്പലിനെ ഹെവി റോപ്പ് ഉപയോഗിച്ച് ബ്രേക്ക് വാട്ടറിന്റെ സൈഡിൽ പുഷ് ചെയ്യുന്ന 2 ടഗിനെയാണ് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതിന്. നമ്മുടെ പോർട്ടിൽ 4 ടഗാണ് നിലവിലുള്ളത്. അതിൽ 2 ടഗിലാണ് ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം ബർത്തിൽ നിന്നും ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്കാണ് പുള്ളി എന്ന് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. ടെർമിനൽ 2ൽ MSC അഗിറ്റ 2 എന്ന് പറയുന്ന കപ്പലിനെ കാണാൻ സാധിക്കും. നമുക്ക് ടെർമിനൽ 1 ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഏതാണ് കപ്പൽ നമുക്ക് അറിയില്ല, എന്നാലും വളരെ ചെറുതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. കാരണം അഗിറ്റ 2 ഉള്ളത് കാരണം നമുക്ക് ആ കപ്പലെ പൂർണ്ണമായിട്ട് കാണാനായി സാധിക്കില്ല. പക്ഷെ വലിയൊരു കപ്പൽ തന്നെയാണ് ഇപ്പോൾ ബർത്തിന്റെ ഭാഗത്തു നിന്നും നീങ്ങുന്ന കാഴ്ച നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മൂറിൻ ടീം അവിടെ തന്നെ ഉണ്ട്. കാരണം ഇപ്പോൾ അവർ ബൊളാഡ്സിലെ റോപ്പ് റിലീസ് ചെയ്തിട്ടാണ് അവിടെ റെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കപ്പൽ വളരെ സാവധാനം ബർത്തിന്റെ ഭാഗത്തു നിന്ന് നീങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. വളരെ ദൂരെ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അത് കാണാനായി സാധിക്കും. വളരെ തെളിഞ്ഞ കാലാവസ്ഥ ആയതിന് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. വളരെ സാവധാനമാണ് ബർത്തിന്റെ സൈഡിൽ നിന്നും ആ വലിയ കപ്പലിനെ നമ്മുടെ ഈ പറയുന്ന ചെക്ക് ബോട്ടുകൾ ഉപയോഗിച്ച് ബ്രേക്ക് വാട്ടർ സൈഡിലേക്ക് മാറ്റുന്നത്. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം. ആ കപ്പൽ നമുക്ക് ഏതാണെന്ന് നിലവിലറിയില്ല, എന്നാലും ഒറ്റ നോട്ടത്തിൽ ഏറ്റവും പുതിയ കപ്പൽ എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. കാരണം പുതിയ ഷീൽഡൊക്കെ വെച്ചിട്ട് എയർ റെസിസ്റ്റ് ചെയ്യേണ്ട ഷീൽഡൊക്കെ വെച്ചിട്ടുള്ള കപ്പൽ തന്നെയാണ് നമുക്കിപ്പോൾ വളരെ ചെറുതായിട്ട് അഗിറ്റ 2ന്റെ ബാക്കിലായിട്ട് കാണാനായി സാധിക്കുന്നത്. ഏത് പോർട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക് വന്നപ്പോഴുള്ള ഡ്രാഫ്റ്റ്, നമ്മുടെ പോർട്ടിൽ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കി ഏത് പോർട്ടിലേക്കാണ് പോകുമ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് എത്രയാണ് എന്നുള്ള കപ്പലിന്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയ അല്ലെങ്കിൽ വ്യത്യസ്തമായ കണ്ടെയ്നർ, എത്ര കണ്ടെയ്നറാണ്, വ്യത്യസ്തമായ കണ്ടെയ്നർ നമ്മുടെ ഈ കപ്പലിലുള്ളത്. ബ്രേക്ക് വാട്ടറിന്റെ ഉള്ളിലൂടെ കപ്പൽ ചാലിലേക്ക് പ്രവേശിച്ച് പൂർണ്ണമായിട്ടും 180 ഡിഗ്രി തിരിഞ്ഞു പോകുന്ന കാഴ്ച ഉൾപ്പെടെ ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു വ്യൂ പോയിന്റിലാണുള്ളത്. നമുക്ക് പോകാം ആ ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കപ്പലിന്റെ മുന്നിലെ പോർഷൻ, ആ വിൻഷീൽഡ് അടങ്ങിയ പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. വളരെ സാവധാനമാണ് നമ്മുടെ പോർട്ടിലെ പടക്കുതിരകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോൾഫിൻ സീരീസിലെ ചഗുകൾ ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഹെവി റോപ്പ് ടൈ ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് പുള്ളി ചെയ്തിട്ട് ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ ബ്രേക്ക് വാട്ടറും ബെർത്തും തമ്മിൽ ഏകദേശം 750-800 മീറ്റർ, ഏകദേശം 900 മീറ്ററോളമാണ് ഡിസ്റ്റൻസ് ഉള്ളത് ബ്രേക്ക് വാട്ടറും ബെർത്തും തമ്മിൽ. അതായത് ഈ കപ്പല് ഏത് രീതിയിലും, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ഇതുപോലുള്ള 2 കപ്പലുകൾക്ക് തീർച്ചയായിട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വീതി ആ ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലുണ്ട്. വളരെ ദൂരെ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ MSCയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നതോടൊപ്പം MSC അഡൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ MSC അഡലെ എന്ന് പറയുന്ന കപ്പലാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാനായി സാധിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള കപ്പലിന്റെ ബ്രിഡ്ജ് പോർഷനും ഈ ഫണൽ പോർഷനും ഫില്ല് ചെയ്ത്, അതായത്
ഫുള്ളായിട്ട് കപ്പൽ കണ്ടെയ്നറുമായിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു ഡ്രാഫ്റ്റ് തന്നെയായിരിക്കും കപ്പൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ പോർട്ടിൽ റെക്കോർഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.95 മീറ്ററാണ്. 17 മീറ്റർ ഉടൻ തന്നെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതാണ്. കാരണം MSC വെറോണ എന്ന് പറയുന്ന കപ്പൽ 17.1 മീറ്റർ ഡ്രാഫ്റ്റിൽ റെക്കോർഡ്. അതായത് ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും കൂടുന്തോറും ഓരോ റെക്കോർഡുകളാണ് വിഴിഞ്ഞം പോർട്ടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് വളരെ കുറച്ച് മാസം കൊണ്ട് 8 മാസം കൊണ്ട് 460 കപ്പലിൽ നിന്ന് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് നമ്മൾ പൂർത്തിയാക്കി. അതുമാത്രമല്ല, ഓരോ കപ്പൽ വരുന്നതും റെക്കോർഡ് ഡ്രാഫ്റ്റിലേക്കാണ് നമ്മുടെ പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാനായി കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട് ലിസ്റ്റിൽപ്പെട്ട പോർട്ടായതിനാൽ നല്ലൊരു ഡ്രാഫ്റ്റ് കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് MSC അഗിറ്റ 2 എന്ന് പറയുന്ന കപ്പലിനെയാണ് കാണാൻ സാധിക്കുന്നത്. MSC എൽസ 3 മറിഞ്ഞോട് അനുബന്ധിച്ച് കേസുണ്ടായിരുന്നു. ആ കേസിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് ചെയ്ത കപ്പലാണ് ഇപ്പോൾ ഈ പറയുന്ന മൂറിങ്ങിൽ നമ്മുടെ പോർട്ടിലുള്ളത്. അത് മാത്രമല്ല, കപ്പലിന്റെ ആങ്കർ പോർഷൻ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കും. ആങ്കർ ഇല്ല എന്ന് തന്നെ പറയാനായി സാധിക്കും. എനിക്ക് അറിയാൻ സാധിച്ചത് ആങ്കറിന് എന്തോ കംപ്ലൈന്റ് പറ്റിയിട്ടുള്ളത് റിപ്പയറിന് വേണ്ടിയാണ്, എമർജൻസിക്കാണ് നമ്മുടെ ബെർത്തിൽ വന്നിട്ടുള്ള. 2 ആഴ്ചയായിട്ട് നമ്മുടെ ടെർമിനൽ 2-ലാണ് ഇപ്പോൾ MSC അഗിറ്റ 2 ഉള്ളത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ റിപ്പയറിംഗ് വർക്കുകൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ റിപ്പയറിംഗ് വർക്കുകൾ കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. കാരണം നല്ല റിപ്പയറിംഗ് വർക്കാണ് അവിടെ നടക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിപ്പയറിംഗ് കംപ്ലൈന്റ് പൂർത്തിയാകും, അല്ലെങ്കിൽ കപ്പലിന്റെ കംപ്ലൈന്റ് പൂർത്തിയാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എമർജൻസി ആയിട്ട് നമ്മുടെ പോർട്ടിലേക്ക് നമ്മുടെ പോർട്ടിന്റെ പുറത്ത് തന്നെയായിരുന്നു ഈ കപ്പൽ ആങ്കറേജിൽ ഏകദേശം 2-3 മാസമായിട്ട് ആങ്കറേജ് തന്നെ. ആങ്കർ അല്ലെങ്കിൽ കപ്പലിന് പുറത്തേക്ക് പോകാനായി സാധിക്കില്ല. അപ്പോൾ ആ ആങ്കറിന്റെ കംപ്ലൈന്റ് പറ്റിയത് കൊണ്ടാവാം നിലവിൽ നമ്മുടെ ബെർത്തിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല എന്നാലും കൂടുതൽ അപ്ഡേഷൻ കിട്ടുന്നതനുസരിച്ച് MSC അഗിറ്റ 2-ന്റെ കൂടുതൽ അപ്ഡേഷൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രത്തോളം പറയുന്ന സമയത്ത് നമുക്കിനി നമ്മുടെ കപ്പലിലോട്ട് പോകാം. കപ്പൽ ഇപ്പോൾ നിലവിൽ ഈ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് ഈ കപ്പലിന് ഒരു പ്രത്യേകതയുണ്ട്. കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ള 18/8/2025-ലാണ്. അതായത് 1 മാസമേ ആയിട്ടുള്ളൂ ഈ കപ്പൽ ബിൽഡ് ചെയ്തിട്ട്. ആദ്യ ഓട്ടം നമ്മുടെ പോർട്ടിലേക്കാണ് ഈ കപ്പൽ വന്നിട്ട്. അങ്ങനെ ധാരാളം കപ്പൽ, ഇത് ആദ്യമായിട്ടല്ല വരുന്നത്, ധാരാളം കപ്പലുകൾ വന്നിട്ടുണ്ട്. MSC അഡലെ എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം തന്നെ കപ്പലിന്റെ ലെന്ത് എന്ന് പറയുന്നത് 335 മീറ്ററാണ് ലെന്ത് എന്ന് പറയുന്നത്. 45.6 മീറ്ററാണ് ബീം അല്ലെങ്കിൽ ബെർത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത്. 20.1 മീറ്ററാണ് കപ്പലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. 16 മീറ്ററാണ് മാക്സിമം ഡ്രാഫ്റ്റ്. ഇപ്പോൾ 15.2 മീറ്റർ ഡ്രാഫ്റ്റിലാണ് കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കപ്പലിന്റെ വിങ് ഷീൽഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനേ സാധിക്കും. ഇത് നമ്മളെ എയർ റെസിസ്റ്റ് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ്. അല്ലെങ്കിൽ നമ്മുടെ കപ്പലിന്റെ മൈലേജ്, അല്ലെങ്കിൽ നമുക്ക് അറിയാലോ കപ്പലിന് ഇന്ധനം ഒഴിച്ചാൽ എത്രയാണ് മൈലേജ് കിട്ടുക, അത് കൂട്ടാൻ സഹായിക്കുന്നത് ഈ വിൻഡ് റെസിസ്റ്റൻസ് ഷീൽഡ് ഉപയോഗിച്ചിട്ടാണ്. പുതിയ കപ്പലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് ഏറ്റവും മുന്നിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന ഫോർമാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രിഡ്ജ് പോർഷനിൽ നിന്ന് കാണുന്ന ഫോർമാസ്റ്റ് അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല, വിൻഡ്ഷീൽഡ് കൊണ്ട് മറഞ്ഞിരിക്കുന്നു. പക്ഷേ ഏറ്റവും ടോപ്പ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. നാവിഗേഷൻ ലൈറ്റ് ഉൾപ്പെടെയുള്ള കണക്ഷൻ എക്യുപ്മെന്റ്സ് വരുന്ന പോർഷനാണ് ഈ പറയുന്ന ഫോർമാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് പോർഷനിൽ നിന്നാൽ കാണാനായി സാധിക്കും. എത്രത്തോളം കണ്ടെയ്നർ ഹൈറ്റിൽ വെച്ചാലും ബ്രിഡ്ജ് പോർഷനിൽ നിന്നാൽ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ഫോർമാസ്റ്റ് കാണാനായി സാധിക്കും. ഈ പറയുന്ന പുതിയ ടെക്നോളജികൾ എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വരുന്നത് നമുക്ക് നോക്കാം, നമ്മുടെ ഈ ഫണൽ പോർഷനിലൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത്. കാരണം എയർ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ഈ പറയുന്ന കാർബൺ പ്യൂരിഫൈ ചെയ്തിട്ടായിരിക്കും എയറിലോട്ട് ആ കാർബൺ വിടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പുതിയ ടെക്നോളജികളാണ് കപ്പലിൽ ഉപയോഗിക്കുന്നത്. ഡ്രാഫ്റ്റ് വളരെയധികം കൂട്ടി, കണ്ടെയ്നർ കപ്പാസിറ്റി മാക്സിമം കയറ്റിയാണ് ഓരോ കപ്പലും ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ 335 മീറ്റർ ലെന്തുള്ള കപ്പലിന് ഏകദേശം 1,39,436 അതിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 15.2 മീറ്ററാണ് കപ്പലിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കപ്പലിന്റെ ബ്രിഡ്ജ് പോർഷൻ നമുക്കൊന്ന് സൂം ചെയ്യാം. ബ്രിഡ്ജ് പോർഷൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്നാലായി കാണാനായി സാധിക്കും. കണ്ടോ, ബ്രിഡ്ജ് വിങ് വളരെ വ്യക്തമായിട്ട് 2 സൈഡിലെ ബ്രിഡ്ജ് വിങ് കാണാൻ സാധിക്കും. വീൽ ഹൗസ്, ആ ഗ്ലാസ് പോർഷനാണ് നമ്മൾ വീൽ ഹൗസ്. ബ്രിഡ്ജ് വിങ് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് പോർഷൻ, അവിടെയാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ പോർട്ടിലെ പൈലറ്റും കപ്പലിലെ ക്യാപ്റ്റനും ക്രൂവും നമുക്ക് ആ ഗ്ലാസ് പോർഷനിൽ കാണാനായി സാധിക്കും. കണ്ടോ, ഇതാണ് ഈ ബ്രിഡ്ജ് വിങ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ ആ റെഡ് കാണുന്നതാണ് ഈ മങ്കി ഐലൻഡ് എന്ന് പറയുന്നത്. മങ്കി ഐലൻഡിന്റെ മുകളിലാണ് നിലവിൽ ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെന്റ്സ് ഉള്ളത്, റഡാർ ഉള്ളത്, സിഗ്നൽ മാസ്റ്റ് ഉള്ളതുണ്ടോ. ഇതാണ് ഈ പറയുന്ന കണക്ഷൻ എക്യുപ്മെന്റ്സ് എല്ലാം വരുന്നത് ബ്രിഡ്ജ് പോർഷന്റെ പുറത്താണ് വരുന്നത്. MSC അഡലെ എന്ന് പറഞ്ഞ ബാർജിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും.
എല്ലാ എക്യുപ്മെന്റ്സും റൊട്ടേറ്റ് ചെയ്യുന്നതും കാണാം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പിന്നെ വീൽ ഹൗസിൽ കാണാം, ഷിപ്പിന്റെ പല പോർഷനിൽ, എഞ്ചിൻ പോർഷനിൽ കാണാം. ഡിസ്പ്ലേ രൂപത്തിൽ ഇതിന്റെ ഔട്ട്പുട്ട് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. അത് ഉപയോഗിച്ചാണ് കപ്പലിൽ കൺട്രോളും ഡീറ്റെയിലും എല്ലാം ലഭിക്കുന്നത് തന്നെ. നമ്മൾ ഇത് ആദ്യമായിട്ടല്ല, പല വീഡിയോയിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. വളരെ തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാൽ വളരെ വ്യക്തമായിട്ട് തന്നെ ബ്രിഡ്ജ് പോർഷനും ഈ കണക്ഷൻ എക്യുപ്മെന്റ്സും റഡാറും സിഗ്നൽ മാസ്റ്റെല്ലാം വളരെ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാനായി നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ ഈ കപ്പലിന്റെ ബ്രിഡ്ജ് പോർഷൻ എന്ന് പറയുന്നത്. അൾട്രാ ലാർജ് ബസ്സിലാണെങ്കിൽ ഈ പറയുന്ന ബ്രിഡ്ജ് വിങ് വരെ നീണ്ടു നിൽക്കും നമ്മുടെ ഈ പറയുന്ന വീൽ ഹൗസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ലാഡർ നോക്കാം കേട്ടോ. ഇതാണ് ഈ കപ്പലിലെ ലാഡർ. ഈ ലാഡർ എന്തിനാ നമുക്ക് എല്ലാവർക്കും പോർട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ പിന്നെ എമിഗ്രേഷൻ ടീമിന്റെ ഒരു വിങ് ഉണ്ട്. ആദ്യ കപ്പൽ കണ്ടെയ്നർ അൺലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പോർട്ടിൽ നിന്ന് ഈ ഒരു വിങ് ഷിപ്പിനകത്ത് കയറി ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടെയ്നർ അൺലോഡിങ് നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ ലാഡർ ഉപയോഗിക്കുന്നത്. ലാഡർ ഈ സൈഡ് ലാഡർ ഹൈറ്റ്, അതായത് ലാഡർ പൊക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലാഡർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു മെഷീൻ ഉണ്ട്, ഒരു മോട്ടർ തന്നെ അവർ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ മോട്ടറിന്റെ റോപ്പ് ഈ ലാഡറുമായിട്ട് ബന്ധപ്പെട്ട് ആ എമ്മിന്റെ എൻഡ് പോർഷനിൽ വളരെ വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ലാഡർ ഹൈറ്റ്, അല്ലെ ലാഡർ കപ്പലിന് പാരലായിട്ട് തന്നെ വരുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ ലാഡർ താഴ്ന്നിരിക്കുന്നത് വളരെ വളരെ ചെറുതായിട്ട് ആ ലാഡർ പൊങ്ങുന്നുണ്ട്. അത് ഈ ക്രൂവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്രൂ എനിക്ക് തോന്നുന്നു മാനുവൽ സ്വിച്ച് ഉപയോഗിച്ച്, ഓട്ടോല്ല ഒരിക്കലും മാനുവൽ സ്വിച്ച് ഉപയോഗിച്ച് മെഷീന്റെ സഹായത്തോടെ, കാരണം ലാഡർ നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത്രത്തോളം നീളമുണ്ട് ആ ലാഡറിന്. അവിടെ നിൽക്കുന്ന ക്രൂവിനെയും ലാഡറിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ആ ലാഡറിന്റെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി വരുന്നത് നമുക്ക് കാണാനും സാധിക്കും. വ്യത്യസ്തമായ കണ്ടെയ്നറുകളും വ്യത്യസ്തമായ കപ്പലുകളും പുതിയതും പഴയതുമായിട്ടുള്ള ധാരാളം കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ ദിനം പ്രതി വന്നു പോകുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതൊരു വ്യത്യസ്തമായ കണ്ടെയ്നർ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തോ ഒരു പാക്ക് ചെയ്ത ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഗാൽവനൈസ്ഡ് മെറ്റീരിയൽ ആയിരിക്കും, പറയാൻ പറ്റില്ല, എന്ത് മെറ്റീരിയലാണെന്ന് അറിയാൻ പറ്റില്ല. ആ മെറ്റീരിയലാണ് ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭാഗമായിട്ട് പോകുന്നത്. നമുക്ക് ആഗോള, അതായത് നിലവിൽ ഇന്ത്യയുടെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആഗോള ഹബ്ബുമായി മാറിക്കഴിഞ്ഞു. ആഗോള ഹബ്ബ് എന്ന് പറയാൻ കാരണം രാജ്യത്തിനകത്തും പുറത്തും ട്രാൻസ്ഷിപ്മെന്റ്, വളരെ വലിയൊരു ട്രാൻസ്ഷിപ്മെന്റ് ആണ് നമ്മുടെ പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കി എന്നൊക്കെ പറയുമ്പോൾ അത് രാജ്യത്തിന് അകത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്താണ്. സിംഗപ്പൂർ, ഈ പറയുന്ന കൊളംബോ, ജിബൂട്ടി, ഇവിടെ നിന്നൊക്കെ ധാരാളം ഈ ഫീഡർ വസലുകൾ നമ്മുടെ പോർട്ടിൽ ഇപ്പോഴും വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട് നമ്മുടെ പോർട്ടിനകത്തോട്ട് കയറാൻ വേണ്ടി. കാരണം ചൈനയിൽ നിന്ന് ഒരു കപ്പല് നേരെ യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള, ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, അതിൽ നമ്മളെ ഈ പറയുന്ന താരിഫ് കുറഞ്ഞ, മറ്റുള്ള പോർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരിഫ് വളരെ കൂടുതലാണ്. ആ താരിഫ് കുറഞ്ഞ രീതിയിലും വളരെ ആഴം ഉള്ള പോർട്ട് നമ്മുടെ പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് എത്ര വേണോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ബർത്ത് ചെയ്യാനായി സാധിക്കും. എത്ര വലിയ ഡ്രാഫ്റ്റുള്ള കപ്പലിനെ ബർത്ത് ചെയ്യാനായി സാധിക്കുന്നതാണ്. കാരണം 22 മീറ്റർ വരെ ആഴമുണ്ട് ഇവിടെ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കപ്പലിന്റെ ഡ്രാഫ്റ്റ് ഒന്നുകൂടി നമുക്ക് നോക്കേണ്ടി വരും. നമുക്കൊന്ന് സൂം ചെയ്യാം, എത്രത്തോളമാണ് കപ്പലിന്റെ ഡ്രാഫ്റ്റ് കിട്ടും എന്ന് നമുക്കറിയില്ല. എന്നാൽ നമുക്ക് സൂം ചെയ്ത് പോകും, കാരണം തൊട്ടടുത്ത് നമുക്ക് സൂം ചെയ്താൽ കപ്പലിന്റെ ആങ്കർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നത് 15 മീറ്റർ ആണ്. 15 ഈ പറയുന്ന വാട്ടർ ലൈൻ കാണുന്ന 16 16 മീറ്ററോളം ജലത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. 15.2 മീറ്റർ ആണ്. പക്ഷെ ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കപ്പൽ ചാലിലൂടെയാണെങ്കിൽ ചെറിയൊരു തിരമാല കാണാം. അപ്പോൾ നമ്മൾ ഈ കപ്പൽ ഇങ്ങനെ വളരെ സാവധാനമായിരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകും. നമുക്ക് തിരമാലയുടെ ഇതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാനേ സാധിക്കില്ല. കറക്റ്റ് ഡ്രാഫ്റ്റ് 15.2 മീറ്റർ ആണ്. പക്ഷേ ഇപ്പോൾ 16.5 മീറ്റർ വരെ ജലത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി 16 മീറ്റർ അല്ല, 18 മീറ്റർ അല്ല, 20 മീറ്റർ ജലത്തിൽ മുങ്ങിപ്പോയാലും വളരെ ഈസി ആയിട്ട് കപ്പൽ ചാലിലൂടെ പോകാനും സാധിക്കും. കാരണം കപ്പൽ ചാല് അഡീഷണൽ ആയിട്ട് പിന്നെയും ഡ്രാഫ്റ്റ് കൂട്ടിയിട്ട് ഓൾറെഡി ഇപ്പോൾ 22 മീറ്റർ വരെ ഉണ്ടെങ്കിൽ 2-3 മീറ്റർ ഡ്രാഫ്റ്റ് കൂട്ടി 25 മീറ്റർ എങ്കിലും നിലവിൽ ഈ കപ്പൽ ചാല് തന്നെ ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടും ഉണ്ട്, അല്ലാതെ ഈ ഡ്രഡ്ജ് ചെയ്തിട്ടും എന്തൊക്കെയോ ഡ്രഡ്ജ് ചെയ്താണ്. ഇപ്പോൾ ഡ്രഡ്ജിങ്ങും ഇല്ല, കാരണം അന്ന് ഡ്രഡ്ജ് ചെയ്തപ്പോൾ തന്നെ അത്രയും ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ വിങ് ഷീൽഡിന്റെ ഉള്ളിലെ പോർഷൻ കാണാൻ സാധിക്കണ്ടോ. ഇതാണ് വിങ് ഷീൽഡിന്റെ ഉള്ളിലെ പോർഷൻ എന്ന് പറയുന്നത്. ഏത് മെറ്റീരിയലാണെന്ന് നമുക്കറിയില്ല, കാരണം സ്റ്റീലാണോ എന്താ നമുക്കറിയില്ല. എന്തായാലും വളരെ സ്ട്രോങ് മെറ്റീരിയൽ തന്നെ ആയിരിക്കും. കാരണം വലിയൊരു കാറ്റായിരിക്കും കടലിലൂടെ പോകുമ്പോൾ കപ്പലിന്റെ നേരെ തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൈലേജിനും കപ്പലിന്റെ ഇന്ധനത്തിന്റെ മൈലേജിനും ഇതിനെ എല്ലാം ബാധിക്കും. വിങ് ഷീൽഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കാറ്റിനെ കീറി മുറിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കൂടുതൽ മൈലേജ് കിട്ടുന്നതായിട്ട് ഇത് തമ്മിൽ ഈ വിൻഷീൽഡുള്ള കപ്പലും വിൻഷീൽഡ് ഇല്ലാത്ത കപ്പലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു മാറ്റമാണ് ഈ ശൃംഖലയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ കപ്പൽ, പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ കപ്പലുകളും MSC വിൻഷീൽഡ് തന്നെ വയ്ക്കും. നല്ലൊരു ഭംഗിയാണ് കാണാൻ, ഒരു സ്റ്റാൻഡേർഡ് ലുക്കുമുണ്ട്. ഇനി നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ
ഈ പറഞ്ഞ ബ്രിഡ്ജ് പോർഷന്റെ സൈഡിലെ പോർഷനിലാണ് ലൈഫ് ബോട്ട് ഉള്ളത്. എമർജൻസി ഘട്ടങ്ങളിൽ ഈ ലൈഫ് ബോട്ട് ഉപയോഗിക്കും കേട്ടോ. ഈ ലൈഫ് ബോട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എല്ലാ കപ്പലിലും ഏകദേശം ഇതേ കളറിൽ തന്നെയാണ് ലൈഫ് ബോട്ടൊക്കെ ഉള്ളതുണ്ടോ. ഇങ്ങനെയാണ് കപ്പലിലെ ക്രൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര വലിയ വലുപ്പം ചെറുപ്പവും ഒക്കെ നോക്കിയിട്ട്, അതായത് വലിയ ഈ ലൈഫ് ബോട്ട് വേണോ ചെറിയ ലൈഫ് ബോട്ട് വേണോ ക്രൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ കപ്പലിനനുസരിച്ചുള്ള ലൈഫ് ബോട്ട് അതിനുള്ളത്. ഇപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കണക്ഷൻ എക്യുപ്മെന്റ്സും ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ദേശീയ പതാക കപ്പലിൽ പാറിപ്പറക്കം നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ കപ്പൽ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായി MSC ഐറണിൽ വരെ ഇന്ത്യയുടെ ദേശീയ പതാക, ഭാരതത്തിന്റെ ദേശീയ പതാക പാറിപ്പറക്കുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് തന്നെയാണ്. ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാവാൻ പോകുന്ന നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കപ്പലിന്റെ ഫണൽ പോർഷനാണ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഈ ഫണൽ പോർഷനിൽ നിന്നും വളരെ ചെറിയൊരു പുക മാത്രമാണ് വരുന്നത്. കാരണം പൂർണ്ണമായിട്ടും ഫിൽട്ടർ ചെയ്തിട്ട് തന്നെയാണ് ഈ പുക പുറത്തേക്ക് പോകുന്നത്. കാർബൺ എമിഷൻ വളരെ കുറച്ചുള്ള ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അതാണ് പുതിയ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ വരുന്നത് അത് തന്നെയാണ്. കാരണം പഴയ കപ്പൽ പോകുമ്പോൾ നമുക്കറിയാം ആ കരി കലർന്ന കാർബൺ കൂടുതലടങ്ങിയ പുക അന്തരീക്ഷത്തിൽ കലർന്ന് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് ഇതിൽ പുകയേ ഇല്ല. അതാണ് പുതിയ ടെക്നോളജികൾ. കാരണം പരിസ്ഥിതിയെ നോവിക്കാതെ, പരിസ്ഥിതി അറിയാതെ പൊല്യൂഷൻ കുറച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ പറയുന്ന ആഗോള ചരക്ക് വ്യാപാരം നടത്താം എന്ന് തന്നെയാണ് ഓരോ കപ്പൽ കമ്പനിയും ഓരോ രാജ്യവും ആഗ്രഹിക്കുന്നു തന്നെ. ആ രീതിക്ക് തന്നെയായിരിക്കും പുതിയ ടെക്നോളജിയിലെ കപ്പൽ ഇനിയും ബിൽഡ് ചെയ്തിറക്കുക. ഇപ്പോൾ MSC അഡലെ എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. IMO നമ്പറും കാണാൻ സാധിക്കും. കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. IMO നമ്പർ ഇപ്പോൾ 1016692 എന്ന് പറയുന്ന IMO നമ്പർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കപ്പൽ ഫുള്ള് തന്നെയാണ്. കാരണം 333 മീറ്റർ നീളമുള്ള കപ്പൽ ഫുള്ളായിട്ട് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഏറ്റവും പുതിയ കപ്പൽ തന്നെ 335 മീറ്റർ നീളമുള്ള കപ്പൽ ഫുള്ളായിട്ട് തന്നെയാണ് പോകുന്നത്. പൂർണ്ണമായിട്ടും കപ്പൽ തിരിഞ്ഞു പോകുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ കപ്പൽ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതിന് കാരണം ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന് പറയുന്ന പോർട്ടിലേക്കാണ് ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെയാണെങ്കിൽ നമുക്ക് സിംഗപ്പൂർ, കൊളംബോ അതുവഴി നേരെയാണ് പോകുന്നത്. കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞ് ആഫ്രിക്ക വഴി ചുറ്റിയാണ് ഈ കപ്പൽ പോകുന്നത്. അതിനാൽ പൂർണ്ണമായിട്ടും കപ്പൽ തിരിയുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇങ്ങനെ ഈ കപ്പൽ മുതൽ അല്ലെങ്കിൽ ഈ ലാർജ് കപ്പൽ മുതൽ അൾട്രാ ലാർജ് കപ്പൽ വരെ വളരെ അനായാസമായി തിരിഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കാൻ, വളരെ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, 10 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 18.5 കിലോമീറ്റർ അകലെയാണ്. അല്ലെങ്കിൽ ഈ കപ്പലിരുന്നാൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കരയിലിരുന്നാൽ തന്നെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ പോകുന്ന കപ്പലിനെ കാണാനായി സാധിക്കും. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും കാണാനായി സാധിക്കും. അപ്പോൾ ആ ഷിപ്പിംഗ് റൂട്ടിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന കപ്പലിനെയാണ് കാണാനായി സാധിക്കുന്നത്. പല പോർട്ടിലും നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ ടൈഡ് വേരിയേഷൻ കാണും, അങ്ങനെ പോകാനായി സാധിക്കില്ല. അങ്ങനെ എങ്കിൽ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ പോർട്ടിനില്ല എന്നുള്ളത് വളരെ വലിയ പ്രത്യേകത തന്നെയാണ്. നമ്മുടെ പോർട്ടിൽ നിന്ന് ഒരു കപ്പൽ പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആങ്കറേജിലുള്ള അടുത്ത കപ്പൽ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കും. 24 മണിക്കൂറും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അടുത്തൊരു ഫീഡർ വെസൽ നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ജിബൂട്ടിൽ നിന്ന് വരുന്ന കപ്പലായിരിക്കും, ചിലപ്പോൾ നമ്മൾ കൊളംബോ പോർട്ടിൽ നിന്നുള്ള കപ്പലായിരിക്കും. ആ കപ്പലാണ് നമ്മുടെ പോർട്ടിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കുന്നത്. കാരണം ഈ കണ്ടെയ്നർ അടുത്ത രാജ്യത്തിലേക്കോ രാജ്യത്തിന്റെ പല ഭാഗത്തിലേക്കോ ട്രാൻസ്ഷിപ്മെന്റ് നടത്തുകയാണ്. അങ്ങനെ 24 മണിക്കൂറും തിരക്കുള്ള പോർട്ട് തന്നെയാണ് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആവാൻ പോകുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പോർട്ടിന്റെ എല്ലാ അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.